قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് സൂറത്തുൽ ബഖറയുടെ 68-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് മൂസാ നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി നടന്ന ഒരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇസ്രായേൽ ജനതയിൽപ്പെട്ട ഒരാൾ വധിക്കപ്പെട്ടതും പിന്നീട് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ വിഷയത്തിൽ അവർ പരസ്പരം തർക്കിക്കുകയും അഭിപ്രായ വ്യത്യാസത്തിലാവുകയും അങ്ങനെ അത് അവർക്കിടയിൽ അതിരൂക്ഷമായ ഒരു വിഷയമായി തീർന്ന സന്ദർഭത്തിൽ അവരിൽപ്പെട്ട ചില ആളുകൾ ആവശ്യപ്പെട്ടത് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആ കൊലയാളിയെക്കുറിച്ച് ചോദിക്കുകയും അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയും ഏതാണ്ട് ഈ വിഷയങ്ങളെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഈ സംഭവത്തിന് ശേഷം തുടർന്ന് സംഭവിക്കുന്നത് എന്താ? മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിയരോട് ആവശ്യപ്പെടുകയാണ്. ആ കൊലയാളിയെ വ്യക്തമാക്കുന്നതിന് വേണ്ടി അവർ ഒരു പശുവിനെ ബലിയറുക്കണമെന്നാണ് മൂസാ നബി അലൈഹിസ്സലാമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അവരുടെ മേൽ നിർബന്ധമാവുകയാണ്, അല്ലെങ്കിൽ അതവർക്കൊരു ബാധ്യതയാവുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, പശുവിനെ അറുക്കുവാനുള്ള അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അനുസരിക്കുന്നതിന് താല്പര്യം കാണിക്കാതെ, ഈ വിഷയത്തിൽ ഒരു ധൃതി കാണിക്കാതെ ആ ആളുകൾ അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയെ ധിക്കരിക്കുവാനാണ് തുടക്കത്തിൽ ധൃതി കാണിച്ചത്. തനിച്ച ധിക്കാരമാണ് അവർ ആ അവസരത്തിൽ തിരഞ്ഞെടുത്തത്. താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നാണ് അവർ മൂസാ നബി അലൈഹിസ്സലാമയോട് അന്നേരം ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ മഹാനായ ആ പ്രവാചകൻ ജാഹിലീങ്ങളിൽപ്പെട്ട് പോകുന്നതിനെ തൊട്ട് അള്ളാഹുവിനോട് ശരണം തേടുകയാണ്. ഒരു പ്രയോജനവുമില്ലാത്ത സംസാരങ്ങൾ നടത്താറുള്ള, ജനങ്ങളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യാറുള്ള ജാഹിലീങ്ങൾ, അത്തരം ആളുകളിൽ ഉൾപ്പെടാതിരിക്കുവാൻ അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ആ ജനതക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആ കൽപ്പനയെക്കുറിച്ച്, പശുവിനെ അറുക്കുവാനുള്ള ആ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഇവിടെ പണ്ഡിതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ ഫളല് പറയുകയാണ്. അവർ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാറില്ല. വളരെ സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാറുള്ളത്. യാ റസൂലല്ലാഹ് എന്നാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികൾ വിളിക്കാറുള്ളത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ ഈ അനുയായികൾ അവർ അവരുടെ വിശ്വാസത്തിന്റെ ദൗർബല്യം കാരണം, അവരുടെ അച്ചടക്കമില്ലാത്ത സ്വഭാവം കാരണം അവർ മൂസാ നബി അലൈഹിസ്സലാമിയെ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ടാണ്, ഹേ മൂസ എന്ന രൂപത്തിൽ അവർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് എന്താണ് സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് ചോദിക്കുന്നത്, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അത് എന്ത് തരം പശുവാണ് എന്ന് അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ എന്നാണ് അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് ചോദിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എന്തൊരു അദബുകേടാണ് അവരുടെ സംസാരത്തിൽ പ്രകടമാകുന്നത്. താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് അവർ പറയുന്നത്. താങ്കൾ നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നല്ല, റബ്ബന എന്നല്ല അവർ പറയുന്നത്, മറിച്ച് റബ്ബുക എന്നാണ്. താങ്കളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നാണ് അവർ മൂസാ നബി അലൈഹിസ്സലാമിയോട് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഫളല് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാര്യം മനസ്സിലാക്കാൻ ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖുറൈശികൾക്ക് വേണ്ടി സംസാരിക്കുവാൻ വന്ന ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഒരു സംഭാഷണം കഴിഞ്ഞതിന് ശേഷം മക്ക മുശ്രിക്കുകളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ സീസറിന്റെയും കിസ്രയുടെയും നജ്ജാശി
നജാഷിയുടെയും ഒക്കെ രാജസദസ്സുകളിൽ നിവേദനമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും കാണാത്ത ഒരു കാര്യമാണ് മുഹമ്മദിന്റെ അടുക്കൽ ഞാൻ പോയപ്പോൾ കണ്ടത്. അദ്ദേഹത്തിന്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ആ ചക്രവർത്തിമാരൊന്നും ആദരിക്കപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് എന്ത് കൽപ്പിച്ചാലും അത് ഉടനെ തന്നെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ അനുയായികൾ തയ്യാറാണ്. മുഹമ്മദ് വുളു എടുത്താൽ അദ്ദേഹം വുളുവിന് ഉപയോഗിച്ച ആ ബാക്കി വെള്ളത്തിന് വേണ്ടി അവരെല്ലാവരും പോരടിക്കുകയാണ്. ബഹുമാനം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് വരെ അവർ നോക്കുന്നില്ല. വളരെ ആദരവോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് എന്ന് ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുറൈശികളോട് പറഞ്ഞു കൊടുക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ എല്ലാം ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബത്ത് നൽകിയ സ്നേഹവും ആദരവും ബഹുമാനവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയെ അദ്ദേഹത്തിന്റെ അനുയായികൾ ഈ രൂപത്തിലല്ല സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ബനു ഇസ്രായേലിയർ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയിരുന്നത്. സഹോദരങ്ങളെ, അതാണ് പശുവിനെ അറുക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണമെന്ന് കരുതി അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ചോദിച്ചത് അത് എന്ത് തരം പശുവാണ് എന്ന്. ഇവിടെ അവർ ആ പശുവിനെ കുറിച്ച് പറഞ്ഞത് യുബയ്യില്ലന എന്നാണ്. അതായത് ഞങ്ങൾക്ക് ആ പശുവിനെ കുറിച്ച് വിവരിച്ചു തരണമെന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അറുക്കേണ്ട ആ ബലിമൃഗത്തിന്റെ വയസ്സ് അത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരണമെന്നാണ്. അത് എത്ര പ്രായമുള്ളതായിരിക്കണമെന്നാണ് അവർ ചോദിക്കുന്നത്. വളരെ എളുപ്പമായ ഒരു വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ പ്രയാസം സൃഷ്ടിക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ഒരു തർക്കവും നടത്താതെ വളരെ മാന്യമായ നിലക്ക് വളരെ ഗുണകാംക്ഷയോടുകൂടി എന്നിട്ടും അവർക്ക് വേണ്ടി അവിടെ നിലകൊള്ളുകയാണ് സഹോദരങ്ങളെ. എന്നാൽ എളുപ്പമായ ഒരു വിഷയത്തിൽ പ്രയാസമുണ്ടാക്കാൻ ശ്രമിച്ച ആ ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു കൂടുതൽ പ്രയാസമുണ്ടാക്കി കൊടുക്കുകയാണ്. അറക്കുവാനുള്ള ആ പശുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ. അത് നന്നേ പ്രായം കൂടിയതും പ്രായം കുറഞ്ഞതുമല്ലാത്ത ഒരു പശുവാണ്. അവാനും ബൈന ദാലിക്, അതിനിടയിൽ ഒരു മധ്യപ്രായത്തിലുള്ളതായിരിക്കണമെന്ന്. നന്നേ പ്രായം ചെല്ലാത്തതും നന്നേ പ്രായം കുറഞ്ഞതുമല്ലാത്ത വളരെ ആരോഗ്യവും ശക്തിയുമുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഈ പ്രായത്തിലുള്ള പശു എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഭാഗത്തിന്റെ വിശദീകരണമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ബനു ഇസ്രായേലിയർ ആവശ്യപ്പെട്ടത് പ്രകാരം മൂസാ നബി അലൈഹി ഇസ്ലാം അറവ് നടത്തേണ്ട ആ പശുവിനെ അവർക്ക് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി അവർ ഈ ബനു ഇസ്രായേലിയർ അവർ ചെയ്യേണ്ടത് എന്താ? ഫഫ്അലൂ മാ തുഅ്മറൂൻ. ഇനി നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുവീൻ എന്നാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് പോലെ അള്ളാഹു വിവരിച്ചു തന്ന രൂപത്തിലുള്ള പശുവിനെ നിങ്ങൾ അറക്കുക എന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ ജനതയോട് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു ഭാഗം കൂടി നമുക്ക് അല്പം വിശദമായി പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.